എന്തൊക്കെയുണ്ട് വിശേഷങ്ങളോ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അതായത് നമ്മുടെ ചന മസാല, ചോല മസാല എന്ന് പറയാം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ചോല മസാല പൗഡർ വീട്ടിലുണ്ടാക്കുന്നതെന്നും ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുണ്ടെങ്കിലാണ് ഈ റെസിപ്പി ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ചോല മസാല പൗഡർ വെച്ചിട്ടും ചെയ്യാം. വളരെ എളുപ്പത്തിൽ, അതേസമയം നമ്മൾ പുറത്തുനിന്ന് ദാബേന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റോട് കൂടി തയ്യാറാക്കാൻ പറ്റും. വളരെ ഈസി റെസിപ്പിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയിരുന്ന ചെറുപയർ കറി നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ ലോക്ക്ഡൌണിനൊക്കെ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും സുഖമായിരിക്കൂ, സേഫ് ആയിട്ടിരിക്കൂ കേട്ടോ. അപ്പോൾ ഒട്ടും താമസിച്ചാണ് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ചോല മസാല തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ചന മസാല പൗഡർ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചോല മസാല പൗഡർ എന്ന് പറയും. ചന മസാലയുടെ പൗഡർ ആവശ്യമായിട്ടുള്ള ചില റെസിപ്പികളുണ്ട്. ഇപ്പോൾ കടലക്കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചന മസാല പൗഡർ ഇല്ലാതെ ഉണ്ടാക്കാം. എന്റെ 2 റെസിപ്പി അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന കടലക്കറി എന്ന് പറയുന്നത് ഞാൻ ഈ പൗഡർ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ തന്നെ ഇത് കാണിച്ചു തരുന്നത്. ചന മസാല പൗഡർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് 15 കാശ്മീരി ചില്ലി, മൊത്തത്തിലുള്ള കാശ്മീരി ചില്ലിയാണ്. നമുക്കത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും കേട്ടോ. അപ്പൊ നല്ല മുളക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, നല്ല കളർ ഉണ്ടാവും. അതേസമയം ഒരുപാട് എരിവും വരില്ല ഈ കാശ്മീരി ചില്ലി ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഇതേപോലെ ഹോളായിട്ടുള്ള പിരിയൻ മുളക് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ വാങ്ങിക്കില്ലേ, അത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പൊ അതിന്റെ ഒരു അളവ് എന്നൊക്കെ പറയണത് ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ഹോളായിട്ടുള്ളതാണ് എപ്പോഴും നല്ലത്. ഇല്ലെങ്കിൽ മാത്രം കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ മുളകൊക്കെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഗുണ്ടുമണിയായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്, കളറും ചേഞ്ച് ആയിട്ടുണ്ട്, ചെറിയൊരു ബ്ലാക്ക് കളറൊക്കെ സൈഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടെന്നാണ്. നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പൊ ഓഫ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ചട്ടിക്ക് ചെറിയ ചൂടുണ്ട്. അപ്പൊ അതിലോട്ട് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് ജാതിക്കയില്ലേ, ജാതിക്കയുടെ ഒരു പകുതി, അതുപോലെ തന്നെ ജാതിപത്രി 2 എണ്ണം, പിന്നെ ഏലക്കായ, നോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏലക്കായ 5 എണ്ണം, അതുപോലെ തന്നെ കറുത്ത ഏലക്കായ നമുക്ക് കിട്ടും, വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ഗരം മസാലയുടെ കൂട്ടെന്ന് പറഞ്ഞ് കിട്ടുന്നതിലും കാണാറുണ്ട്. 2 എണ്ണം ഇട്ട് കൊടുക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 10-15 ഗ്രാമ്പു, 2 പട്ട, 2 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ സീഡ്സ്, അതായത് മല്ലി, 2 ബേലീവ്സ്, കറുകപ്പട്ടയുടെ ഇല, അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുന്ന 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഷാജീര എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് ഞാൻ ചേർക്കുന്നത് 2 ടീസ്പൂൺ. ഇതിന്റെ എല്ലാ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ ക്യൂമിൻ സീഡ്സ്, അതായത് നല്ല ജീരകം, പെപ്പർ 2 ടീസ്പൂൺ. ഇത്രയും ഐറ്റംസ് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ചെറിയ തീയിലിട്ടതിന് ശേഷം റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള കണക്ക് ഞാൻ താഴെ തരുന്നുണ്ട്, നിങ്ങൾക്ക് അത് നോക്കിയാൽ മതി. ഇത് ചെറിയ തീയിലിട്ടിട്ട് വേണം എപ്പോഴും ഫ്രൈ ചെയ്യാൻ, കരിഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ മുളക് ആദ്യമേ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. നല്ലൊരു വാസന വരാൻ തുടങ്ങും. ഞാൻ പറഞ്ഞില്ലേ ഇത് കരിയിക്കാൻ പാടില്ല. അപ്പോൾ ഒരു 5 മിനിറ്റോളം ഞാൻ ചെറിയ തീയിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിത് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റണം. ഇതിൽ തന്നെ വെക്കാൻ പാടില്ല. ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വേറെ പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ചൂടാറാൻ അനുവദിക്കുക. ചൂടാറിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മുളകില്ലേ, ആ മുളകും ഇതും പിന്നെ വേറെ കുറച്ച് ഐറ്റംസും കൂടെ നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പൊ നമ്മുടെ മുളകിന്റെ ചൂടാറിയിട്ടുണ്ട്. ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിലോട്ട് മുളകിന്റെ തണ്ട് ഇടാൻ പാടില്ല. തണ്ട് മാറ്റിയതിന് ശേഷം മുളക് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങ് മുറിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ എല്ലാതും മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ആദ്യം തന്നെ ഞാൻ പൊടിച്ചിട്ട് കൊണ്ടുവരാം. അത്ര നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല. ഈ പൊടിക്കണ നമുക്ക് ഏകദേശം ചെറിയൊരു ഒന്ന് പൊടിഞ്ഞു വന്ന സമയത്ത് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മസാല, മൊത്തത്തിലുള്ള മസാലകളില്ലേ, അതിന്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ കൂടി ഇട്ട് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി. കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉലുവയുടെ ഇല ഉണക്കിയതാണ്. ഇത് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നേരത്തെ കാണിച്ച പാത്രത്തിൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ക്രിസ്പി, നമുക്കിത് അരഞ്ഞു കിട്ടില്ല. അപ്പൊ നല്ല ക്രിസ്പി ആയിട്ടുള്ള കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ചു കഴിഞ്ഞാൽ പൊടിയുന്ന രീതിയിലുള്ള കസൂരി മേത്തി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ കസൂരി മേത്തി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ ഇത് ഇടാനാണ് പ്രിഫർ ചെയ്യുന്നത്.
പിന്നെ അതിന്റെ കൂട്ടത്തിൽ കൂടി ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഡ്രൈ ജിഞ്ചർ പൗഡർ, നമ്മുടെ ചുക്കുപൊടി എന്ന് പറയില്ലേ ആ സംഭവം, ഉണക്കിയ ഇഞ്ചി പൊടിച്ചത് 1 ടീസ്പൂൺ. അതുപോലെ തന്നെ പിന്നെ ഞാൻ ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നത് കാല നമക്, അതായത് ബ്ലാക്ക് സോൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അതും 1 ടീസ്പൂൺ. ഈ നോർത്ത് ഇന്ത്യൻ റെസിപ്പീസിലൊക്കെ ഉള്ള ഒരു ഐറ്റമാണത്. ബ്ലാക്ക് സോൾട്ട് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഞാൻ ഇടുന്നത് ആംചൂർ പൗഡർ ആണ്. ആംചൂർ പൗഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ പച്ചമാങ്ങ ഉണക്കി പൊടിച്ചതാണ്. അത് 1 ടേബിൾ സ്പൂൺ. ഇത്ര ഐറ്റംസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മസാലകൾ കൂടാതെ. ഇതെല്ലാം നല്ല ഫൈനായിട്ട് നമുക്ക് പൊടിച്ച് കൊണ്ടുവരാം. അപ്പൊ നമ്മുടെ ചന മസാല പൗഡർ വളരെ നൈസായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇത്ര എളുപ്പമാണ്. അപ്പോൾ ഇത് വീട്ടിലുണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ചന മസാല ഉണ്ടാക്കാൻ സൂപ്പർ ഈസിയാണ്. അതല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് പല ബ്രാൻഡ് അവൈലബിൾ ആണ് ചന മസാല പൗഡർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് വാങ്ങിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ പൊടിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ റെസിപ്പി. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ചന മസാല എനിക്ക് ഇടണം, അതിന്റെ കൂട്ടത്തിൽ കൂടെ ഇതും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന്. താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കൂ, അതിനുശേഷം ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് ചന മസാല തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഈസി ആയിട്ടുള്ള ചന മസാല ഉണ്ടാക്കിയാലോ. നമുക്ക് ചന മസാല ചോള മസാല എന്ന് എന്താ വെച്ചാൽ പറയാം. അതിനുവേണ്ടി ആദ്യം വേണ്ടത് വെള്ളക്കടല. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്ന 1.25 കപ്പ് വെള്ളക്കടലയാണ്. ഞാൻ തലേദിവസം, അതായത് രാത്രി തന്നെ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1.25 കപ്പ് എടുക്കാൻ കാരണം നമുക്ക് 1/4 കപ്പ് കടല നമുക്ക് അരച്ചെടുക്കണം. അതുകൊണ്ട് 1 കപ്പ് കടലയാണ് നമുക്ക് വേവിക്കുമ്പോൾ ഫുള്ളായിട്ട് ഇടേണ്ടത്. കുറച്ച് പോർഷൻ എടുത്തിട്ട് അരച്ച് ചേർക്കണം. അപ്പോഴാണ് ആ കറിക്ക് നല്ല തിക്നെസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ സോക്ക് ചെയ്യാൻ നിങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളക്കടല ഇതേപോലെ തന്നെ എടുത്ത് ആദ്യം തന്നെ വാഷ് ചെയ്യുക. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോഴും കടല ഇങ്ങനെ വീർത്ത് വരും. അത് പക്ഷെ ഓപ്ഷനിൽ മാത്രമാണ്, അതായത് നിവൃത്തിയില്ലെങ്കിൽ മാത്രം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ എപ്പോഴും വെള്ളക്കടല എന്ന് മാത്രമല്ല ഏത് കടലയാണെങ്കിലും വെള്ളത്തിലിട്ട് വെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അപ്പൊ കൂടുതൽ സമയം എടുക്കില്ല നമുക്ക് കുക്കായി കിട്ടാൻ. അപ്പൊ ഈ നന്നായി വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളക്കടല നമുക്ക് മാറ്റി വെക്കാം. ഞാനിപ്പോ ഒരു കുക്കറിലാണ് ചെയ്യാൻ പോകുന്നത്. ഒരു 4 ലിറ്ററിന്റെ കുക്കറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതൊന്ന് ചൂടാവട്ടെ. ഞാൻ മീഡിയം ഫ്ലെയിമിൽ തീ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടായിരിക്കുന്ന കുക്കറിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുകെണ്ണ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ കപ്പലണ്ടി എണ്ണ ഉപയോഗിക്കാം, അതും അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ വേറെ റിഫൈൻഡ് ഓയിലോ ഉപയോഗിക്കാം. പക്ഷെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടൻ കറിയുടെ ടേസ്റ്റ് വരും. ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നിവൃത്തിയില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വേറെ ഓയിലുകളൊന്നും ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ കേട്ടോ. ഇതൊരു ദാബ സ്റ്റൈലിൽ കറിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം കുറച്ചധികം നോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓയിലിനേക്കാളും കുറച്ചധികം ഓയിൽ വേണം. അവരുപയോഗിക്കുന്ന ഓയിലൊന്നും എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ തല്ലും. മാത്രമല്ല എന്റെ കെട്ടിയവൻ എന്നെ തല്ലും മിക്കവാറും. അതുകൊണ്ട് കുറച്ച് ഞാൻ നോർമലായിട്ട് ഉപയോഗിക്കുന്ന ഓയിലിനേക്കാളും കുറച്ച് കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മാത്രം. ആ ഓയിൽ ഉണ്ടെങ്കിലാണ് ആ രീതിയിലുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഈ റെസിപ്പി എനിക്ക് കിട്ടിയത് ഒരു നോർത്ത് ഇന്ത്യൻ ചാനലിൽ നിന്നാണ് കേട്ടോ. ആ ഒരു റെസിപ്പി ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ നന്നായി വന്നു. പക്ഷെ എന്റേതായ കുറച്ച് മാറ്റങ്ങൾ ഞാൻ ഇതിൽ വരുത്തിയിട്ടുണ്ട്. നമ്മുടെ എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കടല എടുത്തിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണേ. ഈ കറിക്ക് തിക്നെസ് വരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ സാധാരണ ഞാൻ ചെയ്യാറുണ്ട്, നമ്മൾ കടലക്കറി ഉണ്ടാക്കിയിട്ട് അത് ബാക്കി കുറച്ച് ഭാഗം പോർഷൻ ഉടച്ചെടുക്കാറുണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല. പച്ചക്കടല വേവിക്കുന്നേക്കാളും മുൻപ് തന്നെ നമ്മളിത് കുറച്ചെടുത്തിട്ട് ഒരു 4 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഞാൻ കൊണ്ടുവരാം കേട്ടോ. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു അല്പം ജീരകം ഇട്ട് കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ജീരകം പൊട്ടിയെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. തീ ചെറുതാക്കുക. അതിനുശേഷം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാള. 2 സവാള വളരെ നൈസാക്കി അരിഞ്ഞതാണ്. നീളത്തിലരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ചതച്ചാണ് ചേർത്തിരിക്കുന്നത്. ചതച്ചതാണെങ്കിലും കുഴപ്പമില്ല, അരിഞ്ഞതാണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഇതിലോട്ട് നമുക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. നന്നായിട്ട് ഗോൾഡ് കളർ ആവട്ടെ കേട്ടോ ഈ സവാള. മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്ക് ഇതങ്ങ് വഴറ്റിയെടുക്കാം. നമ്മളിന്ന് ഇതിലിടാൻ പോകുന്നത് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചന മസാലയുടെ പൗഡർ ആണ് കേട്ടോ. ചോള മസാല പൗഡർ ആണ്. അപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പൗഡർ ഉപയോഗിച്ചാലും മതി. അല്ലെങ്കിൽ നോർമലായിട്ട് ഈ പൗഡർ ഒന്നും ഇല്ലാണ്ട് നോർമലായിട്ട് എങ്ങനെ ചന മസാല ഉണ്ടാക്കുക എന്നുള്ള 2 വീഡിയോ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ തരാം കേട്ടോ. ഇത് ഗോൾഡ് കളർ ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ താഴെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ കുക്കറിൽ വഴറ്റണ്ട, സാധാരണ ഒരു പാത്രത്തിൽ വഴറ്റുകയാണെങ്കിൽ ആദ്യം വഴറ്റിയിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുത്താലും മതിയാവും. ഓക്കെ, ഞാൻ എന്താ നമ്മുടെ കടല
വളരെ നൈസാക്കി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് ലാസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വേണം വേവിക്കാൻ. ഇപ്പൊ നമുക്കിത് മാറ്റി വെക്കാം. നമ്മുടെ സവാള ചെറുതായിട്ട് ഗോൾഡ് കളർ അതിൻ്റെ കുറച്ചും കൂടെ ആവാനുണ്ട് കേട്ടോ. പിന്നെ അതിലോട്ട് നമുക്ക് 2 പച്ചമുളക് നീളത്തിലെറിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു അല്പം കസൂരി മെത്തി. കസൂരി മെത്തി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, ഉലുവയുടെ ഇല ഉണക്കിയതാണ്. അതെല്ലാം സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അവസാനം ചേർക്കുന്നുണ്ട് കുറച്ചും കൂടെ, ഇപ്പൊ കുറച്ച് മാത്രം മിക്സ് ചെയ്യാം. ഒന്നും കൂടെ ഗോൾഡ് കളറായിട്ട് നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കുഞ്ഞി ബൗൾ എടുത്തിട്ട് അതിലോട്ട് എല്ലാ മസാലകളും ഒരുമിച്ചെടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് മസാല കരിയുന്നത് ഒഴിവാക്കാൻ അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ ഓരോന്നായിട്ട് ഇടുമ്പോൾ ചിലപ്പോൾ ആദ്യം ഇട്ട മസാലയ്ക്ക് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ബൗള് നമുക്ക് എടുക്കാം. നമ്മൾ ബൗളിലോട്ട് ആദ്യം തന്നെ ഇട്ട് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് മതി. 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ ആണ്. അതേപോലെ തന്നെ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ. പിന്നെ കൊറിയാണ്ടർ പൗഡർ അതായത് മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ. പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ആംചൂർ പൗഡർ അതായത് ഡ്രൈ മാംഗോ പൗഡർ, നമ്മുടെ പച്ചമാങ്ങ ഉണക്കി പൊടിച്ചത് കേട്ടോ. അപ്പം നിങ്ങളുടെ അടുത്ത് ഈ ആംചൂർ പൗഡർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിന് പകരം തക്കാളിയുടെ എണ്ണം കൂട്ടി കൊടുത്താൽ മതി. ഇപ്പം എൻ്റെ അടുത്തുള്ള കാരണം ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സവാള നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ മറക്കരുത്, അടി പിടിക്കാൻ പാടില്ല. ഇനി ഇതിലോട്ട് നമുക്ക് തീ കുറയ്ക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ പച്ചമണം മാറുന്ന വരെ ചെറിയ തീയിലിട്ടിട്ട് 2-3 മിനിറ്റ് വഴറ്റി കൊടുക്കുക. ചെറിയ തീയാണ് എപ്പോഴും മനസ്സിലുണ്ടാവണം. കാരണം ഇത് കൂടുതൽ തീ ആയി കഴിഞ്ഞാൽ മസാലകളെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ പിന്നെ നമ്മൾ കറി നന്നായിട്ട് വരില്ല. പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നന്നായി വരുള്ളൂ. ഇതിട്ടപ്പോൾ തന്നെ ഓൾറെഡി ചന മസാല ഉണ്ടാക്കിയ പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ കടലയും കൂടി ഇട്ടങ്ങ് വെന്ത് കഴിഞ്ഞാൽ സൂപ്പറാണ്. അപ്പോൾ ഈ പൊടികളെല്ലാം ഇട്ടതിന് ശേഷം 2 മിനിറ്റോളം ഞാൻ വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചന മസാലയുടെ പൗഡർ 1 ടേബിൾ സ്പൂൺ, ഒരുപാടൊന്നും വേണ്ട, 1 ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 തക്കാളിയാണ്. ഒരുപാട് പുളിയുള്ള തക്കാളി ആണെങ്കിൽ 1 മതിയാകും. അധികം പുളിയില്ലാത്ത തക്കാളി ആണെങ്കിൽ 2 തക്കാളി വരെ ആവാം. മീഡിയം തക്കാളി. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് നന്നായി ഇത് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഈ പരിപാടി ഈ സംഭവം സ്റ്റീൽ കുക്കറിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. സ്റ്റീൽ കുക്കർ ചിലപ്പോൾ എന്നെ പലപ്പോഴും എന്നെ ചതിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ സ്റ്റീൽ കുക്കർ എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അപ്പോൾ അലുമിനിയം കുക്കർ അല്ലെങ്കിൽ നോൺ സ്റ്റിക് കുക്കർ മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. അപ്പോൾ അത് സൂക്ഷിച്ചോളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ കുക്കർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നോർമലായിട്ടുള്ള ഒരു വലിയ പാത്രത്തിൽ വെച്ച് അടച്ചു വെച്ചിട്ട് വേവിക്കണം. പക്ഷേ അപ്പോൾ അധികം സമയം പിടിക്കുന്നു മാത്രം. കടലൊക്കെ വേവാൻ ഇത്തിരി സമയം പിടിക്കും പാത്രത്തിലാണെങ്കിൽ. ബാച്ചിലേഴ്സിന് ഒരുപാട് പേർക്ക് കുക്കറില്ല എന്ന് പറയാറുണ്ട് എൻ്റെ അടുത്ത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സമയം എടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ച് കൊടുത്താൽ മതി. സെയിം പ്രൊസീജിയർ തന്നെ കേട്ടോ. കുക്കറിന് പകരം പാത്രം അഴിക്കുന്നത് മാത്രം. അപ്പോൾ തക്കാളി നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ കുക്കർ ശരിക്കും അടയ്ക്കേണ്ട, വെറുതെ ഒന്ന് അതിൻ്റെ മുകളിൽ കൂടെ ഇതിൻ്റെ കുക്കറിന് മൂടി വെച്ചിട്ട് ഒന്ന് അടച്ചിട്ട് നന്നായിട്ട് ഇത് കുക്കാവാൻ അനുവദിക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അടി പിടിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായി കുക്കായിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി കുക്കായിട്ടുണ്ട്. കുക്കായിട്ടില്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ പേസ്റ്റില്ലേ, കടല അരച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കിനി ബാക്കിയുള്ള മുഴുവനായിട്ടുള്ള കടല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നിറയെ വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ താഴെ പിടിക്കും. എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഇത് കുക്കർ ആയതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇപ്പോൾ തന്നെ ഇച്ചിരി നല്ല തിക്കായത് വന്നു കണ്ട. അപ്പോൾ അധികം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കടലയും കൂടി ഇട്ടിട്ട് ഒരു 3-4 വിസിൽ. കാരണം ഇതിപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് തന്നെ വേവും. കാരണം നമ്മൾ അത്രയും സമയം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഇത്ര തിക്കായതുകൊണ്ട് ആ സാധനം ഇട്ടപ്പോഴേക്കിനും അതാണ് അതിൻ്റെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി കടലിട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഈ കറി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയ സമയത്ത് അടി പിടിച്ചു എനിക്ക്. കാരണം വെള്ളം കുറവായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ സംഭവം നമ്മൾ അരച്ച് ചേർത്ത് തന്നെ നല്ല തിക്കായതുകൊണ്ട് അടി പിടിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. നിറയെ വെള്ളം ഒഴിക്കണം. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കറക്റ്റ് ആക്കണം. കാരണം കടല വേവുന്ന സമയത്ത് ഉപ്പ് ഉണ്ടെങ്കിലാണ് ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോർമൽ വെള്ളം, ചൂടുവെള്ളം ആയാലും കുഴപ്പമില്ല, നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം ആയാലും കുഴപ്പമില്ല. കോൾഡ് വാട്ടർ ഒഴിക്കരുത്. വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് വറ്റിച്ചെടുക്കാം. പക്ഷെ ആദ്യമേ തന്നെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ അടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ കറിയെ നശിച്ചു പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിറയെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഇതിൻ്റെ ഉപ്പ് രസം ഒന്ന് നോക്കട്ടെ. അടിപൊളി, കറക്റ്റ് ഉപ്പായിട്ടുണ്ട്. നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തെന്ന് ഉറപ്പ് വരുത്താം. നമുക്ക് ഒരു പ്രാവശ്യം ശബ്ദം പറ്റി കഴിഞ്ഞാലുണ്ടല്ലോ പേടിയാ. നമുക്ക് അടച്ചു വെക്കാം.
മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ. അത് കഴിഞ്ഞിട്ട് അതിന്റെ കംപ്ലീറ്റ് ചൂട് മാറിയതിനു ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ 4 വിസിൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വിസിലൊക്കെ പോയി ഇത് തണുത്തിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇളക്കി നോക്കാം. അടിയിലൊന്നും പിടിച്ചിട്ടില്ലല്ലോ എന്ന്. ഇല്ല, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഇനി നമുക്ക് ഇത്രയും വെള്ളം ഉണ്ടല്ലോ, ഇത്രയും വെള്ളം നമുക്ക് വേണ്ട. നന്നായിട്ടൊന്ന് കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം, കുറുക്കിയെടുക്കണം. ഞാൻ വെള്ളം ഇത്ര ഒഴിച്ചത് അടി പിടിക്കുന്നുള്ളൊരു പേടി കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് പേടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത്രയും വെള്ളം ഒഴിക്കേണ്ട. പക്ഷെ എനിക്ക് ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഞാൻ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചെന്ന് മാത്രം. ഇനി നമുക്കിതങ്ങ് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തീ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കണം. ഇച്ചിരി ഒന്ന് കുറുകട്ടെ കേട്ടോ. നമ്മൾ കറി വറ്റിച്ചെടുക്കുമ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ കുക്കറിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലോട്ടാക്കിയതിന് ശേഷം വറ്റിച്ചെടുത്താലും മതിയാവും. നല്ല ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇരിക്കുമ്പോൾ കുറച്ചും കൂടി ഇത് തിക്കായിട്ട് മാറും. അതുകൊണ്ട് എത്ര വെള്ളം വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഇതിന്റെ ടേസ്റ്റ് നോക്കുക. എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഇതിലേക്ക് കാച്ചി ഒഴിക്കാനുണ്ട്. ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, അതായത് ഉപ്പോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. പുളി കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നില്ലെങ്കിൽ തക്കാളി വെറുതെ മുറിച്ചിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അതുമല്ലെങ്കിൽ നമ്മുടെ ആംചൂർ പൗഡർ ഇല്ലേ, അത് ഇട്ട് കൊടുത്താലും മതിയാവും. വരവാ, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ ആ താളിച്ച് ചേർക്കുന്ന കാര്യം മാത്രം മതി. ഇപ്പൊ ഞാനിനി മാറ്റി വെച്ചിട്ട് ഇതിലോട്ട് താളിക്കാൻ വേണ്ടി ഒരു സോസ് പാൻ വെക്കാൻ പോവുകയാണ്. ഒരു നുള്ളു പഞ്ചസാര ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പഞ്ചസാര ഇട്ടില്ലെങ്കിൽ എന്താ വീനസ് കറികളുടെ ആവില്ലല്ലോ, നിങ്ങൾക്ക് അറിയാലോ. അതെന്തായാലും പഞ്ചസാര ഇടുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഒരു നുള്ളെന്ന് പറഞ്ഞൊരു നുള്ളു മാത്രമേ ഇടാൻ പാടുള്ളൂ. കാരണം അത് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും നമ്മുടെ കറികൾക്കൊക്കെ. എല്ലാത്തിലും ഇടാനില്ല, മീൻകറിയിൽ ഇടാൻ ഞാൻ പറയില്ല. പക്ഷെ ചില കറികളിൽ ഒരു നുള്ളു പഞ്ചസാര അതൊരു മാജിക് ആണിട്ട് വർക്ക് ചെയ്യും. അത് ചെയ്യുന്നവർക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു നുള്ളു പഞ്ചസാര നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്, മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 പച്ചമുളക് നടുക കീറിയത്, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇതായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇച്ചിരി കസൂരി മേത്തി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ഇച്ചിരി കായത്തിന്റെ പൊടി, ഒരു അല്പം മാത്രം മതി കായത്തിന്റെ പൊടി. ഒരു പേരിന് ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം ഒരു നുള്ളു കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് മല്ലിയുടെ ഇല ഇട്ട് കൊടുക്കാം. ഞാൻ മല്ലിയുടെ ഇല ഇടുന്നില്ല. മല്ലിയുടെ ഇല ഇല്ലാണ്ട് തന്നെ സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ ഇത്ര സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കറി നമുക്ക് പത്തിയുടെ കൂടെ, പൂരിയുടെ കൂടെ, ബട്ടൂരയുടെ കൂടെയൊക്കെ സൂപ്പർ ആയിരിക്കും. ഞാനിപ്പോൾ ഇന്ന് ഞാൻ പൂരിയുടെ കൂടെയാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. രാത്രിക്ക് ഞാൻ ബട്ടൂരയ്ക്ക് വേണ്ടി കുഴച്ച് വെച്ചിട്ടുണ്ട്. അതും ആട്ട വെച്ചിട്ടുള്ള ബട്ടൂര. അപ്പോൾ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ ഇട്ട് തരാം. അടച്ചു വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ആ ഫ്ലേവേഴ്സ് ഒക്കെ ഇതിലോട്ട് നന്നായിട്ട് വന്നോളും. അപ്പോൾ നമ്മുടെ ചന മസാല ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പൂരിയുടെ കൂടെ കഴിച്ച് നോക്കണ്ടേ, അല്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ. ഞാൻ കുറേ ദിവസമായില്ലേ ടേസ്റ്റ് ഒക്കെ ചെയ്തിട്ട്. നോമ്പൊക്കെ കാരണം ഞാൻ ടേസ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ചന മസാല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റെസിപ്പി അനുസരിച്ച് ഇതിൽ ഇങ്ങനെയൊന്നും അല്ല, നിറയെ എണ്ണയായിരിക്കും. പക്ഷെ ഇതിൽ എണ്ണയൊന്നും കാണാൻ പറ്റണമെന്നില്ല. മാക്സിമം ഞാൻ എണ്ണ കുറച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ എണ്ണ ആവാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒരു സവാള, ഒരു ലെമൺ, ഒരു പച്ചമുളക്, ഇതൊക്കെയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. പൂരി എടുക്കുക. ഞാൻ ബട്ടൂര ഞാൻ പറഞ്ഞില്ല കുഴച്ച് വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പൂരി ഉണ്ടാക്കിയതാണ്. ഇതിങ്ങനെ കൂട്ടി അങ്ങോട്ട് ഒരു പിടി പിടിക്കാം. ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ചന മസാല പൗഡറും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.